വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 8ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2ാമത്തെ പാഠത്തിൻ്റെ അവസാന ഭാഗമാവും. ഞങ്ങളെ തുല്യ ത്രികോണങ്ങൾ അല്ലെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾ അല്ലേ. എങ്ങനെയുണ്ട് ഈ പാഠം? കൊള്ളാമോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇനി അങ്ങോട്ട് വരയ്ക്കാനും ഇങ്ങനെയൊക്കെയുള്ള പാഠങ്ങളാണ് നമുക്ക് കൂടുതലായിട്ടുമുള്ളത്. അപ്പം നമ്മൾ ട്രയാങ്കിളിനെ കുറിച്ചാവും ഞങ്ങളെ അല്ലെങ്കിൽ ത്രികോണത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ ഇതുവരെ എന്നല്ല കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചെന്ന് വെച്ചാൽ നോക്കൂ നിങ്ങളെ ഒരു ത്രികോണം അല്ലെങ്കിൽ ട്രയാങ്കിളിൻ്റെ 3 വശവും 3 രീതിയിലാണെങ്കിൽ മീൻസ് ഇതിപ്പം 3, ഇത് 4, ഇത് 5 ഇങ്ങനെയുള്ള ട്രയാങ്കിളിനെ നമ്മൾ എന്ത് പറയുന്നു? സ്കെയിൽ ആൻഡ് ട്രയാങ്കിൾ എന്നാണ് കേട്ടോ. സ്കെയിൽ ആൻഡ് ട്രയാങ്കിൾ. ഇതിന് മലയാളം മീഡിയം എനിക്ക് തോന്നുന്നു ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, സ്കെയിൽ ആൻഡ് ട്രയാങ്കിൾ കേട്ടോ. 3 വശങ്ങൾ 3 ഡിഫറൻറ്റ് അളവുകളാണെങ്കിൽ കേട്ടോ. ഇതൊക്കെ റഫായിട്ടൊന്ന് അറിഞ്ഞിരിക്കണേ നിങ്ങളെ. അടുത്ത നോക്കിക്കേ, ഒരു ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും 2 വശം, ഇവിടെ നോക്കിയാൽ ഇവിടെ 5 സെൻറ്റിമീറ്റർ, ഇവിടെ 5 സെൻറ്റിമീറ്റർ, ഇവിടെ 6 സെൻറ്റിമീറ്റർ ഒക്കെ ഏതെങ്കിലും 2 വശം ഒരുപോലെയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? ഐസോസെലസ് ട്രയാങ്കിൾ കേട്ടോ. സ്പെല്ലിങ് അറിയണേ നിങ്ങളെ. ഐസോസെലസ് ട്രയാങ്കിൾ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സമപാർശ്വ, നമുക്കിപ്പോൾ ഇത് ഇവിടെ പഠിക്കാനുള്ള സമപാർശ്വ ത്രികോണം കേട്ടോ. രണ്ടാമത്തെ മനസ്സിലായോ? എന്ന് വെച്ചാൽ ഇവിടെ 3 സൈഡ് ഡിഫറൻ്റ് ആണ്. ഇവിടെ ഏതെങ്കിലും 2 വശം ഒരുപോലെയാണെങ്കിൽ നമ്മളതിനെ സമപാർശ്വ ത്രികോണം. അങ്ങനെയാണെങ്കിൽ ഈ 3 ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഇവിടെ നോക്കിക്കേ, 3 ഒരുപോലെയാണ്. ഇവിടെ 5 സെൻറ്റിമീറ്റർ, ഇവിടെ 5 സെൻറ്റിമീറ്റർ, ഇവിടെ 5 സെൻറ്റിമീറ്റർ. ഇപ്പം നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? 3 രീതിയിലുള്ള വശങ്ങൾ 3 രീതിയിലാണെങ്കിൽ അതിനെ സ്കെയിൽ ആൻഡ് ട്രയാങ്കിൾ എന്നും, ഏതെങ്കിലും 2 സൈഡ് ഒരുപോലെ വരുവാണെങ്കിൽ അതിനെ ഐസോസെലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം എന്നും, 3 ഒരേപോലെ വരികയാണെങ്കിൽ അതിനെ എന്താ നിങ്ങളെ? ഈക്വലാണ് അല്ലേ. ഈക്വലേറ്ററൽ ട്രയാങ്കിൾ കേട്ടോ. എന്ന് വെച്ചാൽ എന്താ? സമഭുജ ത്രികോണങ്ങൾ എല്ലായിടവും ഒരുപോലെയല്ലേ. അപ്പം സമഭുജ ത്രികോണങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ 3 ഒന്ന് അറിഞ്ഞിരിക്കണേ. ഓക്കെ, ഇത് റഫായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കണം കുഞ്ഞുങ്ങളെ. ഇനി നമ്മൾ പഠിച്ച രീതി അനുസരിച്ച് നിങ്ങൾക്കാണെങ്കിൽ സമപാർശ്വ ത്രികോണങ്ങൾ മുതലാണ് നമുക്കിപ്പം ഇപ്പം അറിഞ്ഞിരിക്കേണ്ട. മറ്റെല്ലാം നമ്മൾ കഴിഞ്ഞ പാർട്ടിലിട്ടാണ്. സമപാർശ്വ ത്രികോണത്തിൻ്റെ പ്രത്യേകതയും നോക്കിയ കുഞ്ഞുങ്ങളെ. ഇപ്പം നമുക്കൊരു വശം തരികയാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് മീൻസ് ഇപ്പം നിങ്ങൾക്കൊരു എക്സാമ്പിൾ ഞാൻ നോക്കട്ടെ ഇതിനകത്തിലെ. ഇവിടെ ഇപ്പം നമുക്ക് പിന്നെ ഇവിടെ 40 ഡിഗ്രി തന്നെന്ന് വെച്ചോ. മനസ്സിലായോ? ഇവിടെ 40 ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ ഇതും 5ആണ്, ഇത് രണ്ടും 5ആണ് അല്ലേ. ഇതിൻ്റെ ഓപ്പോസിറ്റ് വശവും ഒരേ അളവായിരിക്കും. ഇത് നമ്മൾ കഴിഞ്ഞ ലിങ്കിൽ പഠിച്ചതാ, എന്നാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞതാ ഓരോന്നിനെക്കുറിച്ചും. മനസ്സിലായോ നിങ്ങളെ? എന്ന് വെച്ചാൽ എന്താ? ഈ സൈഡും 5ആണ്, ഇവിടെ 5ആണ്. ഒരേപോലെയുള്ള വശങ്ങളുടെ ഓപ്പോസിറ്റ് ആംഗിളുകൾ കേട്ടോ എന്താ ഒരേപോലെ. ഇവിടെ ഇപ്പം 40 അല്ലേ. അപ്പം ബാക്കി അതായത് ഒരു ട്രയാങ്കിളിൻ്റെ 180 ആണ്. ഇപ്പം ഇവിടെ 40 പോയി കഴിഞ്ഞാൽ ബാക്കി 140 ആകുമ്പോൾ ഇവിടെ എത്ര? ഇവിടെ 70, ഇവിടെ 70 ആയിരിക്കും. രണ്ടിടവും ഒരേപോലെ ആയിരിക്കും. മനസ്സിലായോ? ഇനി അടുത്ത് നമ്മൾ ഈക്വൽ എന്ന് കേൾക്കുമ്പോഴേ അറിയാം എന്താ? തുല്യ ത്രികോണം അല്ലെ, സമഭുജ ത്രികോണങ്ങൾ അല്ലേ. സമഭുജ ത്രികോണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നിങ്ങളെ? എല്ലാ വശവും ഒരുപോലെ ആയിരിക്കും. മനസ്സിലായോ? അതായത് 180 ഡിഗ്രിയാണ് ഒരു ട്രയാങ്കിളിൻ്റെ മെഷർ. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 60. ഇവിടെ എത്ര? 60. ഇവിടെയും 60. 3 വശവും 6, 6, 6 എന്ന് വെച്ചാൽ 6, 3, 18, 180 ഡിഗ്രി. മനസ്സിലായോ നിങ്ങളെ? ഇപ്പോൾ ഓക്കെ ആണോ? ഇനി നമുക്ക് ആ കണക്ക് എക്സർസൈസ് നമ്മൾ ചെയ്തതിൻ്റെ ബാക്കി പേജ് നമ്പർ 35 കണക്കുകൾ, അതായത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഇട്ട ഇതൊക്കെ അറിയാമല്ലോ. ഒരു ത്രികോണത്തിൻ്റെ 2 വശങ്ങൾ തുല്യമായാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ 8, ഇവിടെ 8. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് വശങ്ങൾ എന്താവും നിങ്ങളെ? ഒരേ ആംഗിളുകളുടെ അളവുകൾ ഒരേ രീതിയിലായിരിക്കും കേട്ടോ. മനസ്സിലായതുണ്ട്? ഇവിടെ കണ്ടോ? ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. ഇവിടെ കണ്ടോ? ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ ഞാൻ പഠിപ്പിക്കുന്നത്? അടുത്ത നമുക്ക് പേജ് നമ്പർ 30 കണക്ക് ചെയ്യാം. പേജ് നമ്പർ 30 ഓക്കെ. രാവിലെ നമ്മളത് ചെയ്തതാണ് അല്ലേ. ഈ കണക്കെല്ലാം നമ്മൾ ചെയ്തതാണ്. നമുക്കിനി ഇത് ഫുള്ള് നമ്മൾ ചെയ്ത കണക്കുകളാണ്. പുതിയ കണക്ക് ചെയ്യാം. ഓക്കെ കുഞ്ഞുങ്ങളെ, വശങ്ങളെല്ലാം തുല്യമായ ത്രികോണത്തിനെയാണ് സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഈക്വലേറ്റർ ട്രയാങ്കിൾ എന്ന് പറയുന്നത് കേട്ടോ. വശങ്ങളെല്ലാം ഒരേ നോക്കിയേ. ഇവിടെ 5, ഇവിടെ 5, ഇവിടെ 5, അല്ലെങ്കിൽ ഇവിടെയും 10, ഇവിടെയും 10, ഇവിടെയും 10, അല്ലെങ്കിൽ 8, 8, 8 എല്ലാം ഒരേപോലെ. അതിൻ്റെ എല്ലാ ആംഗിളുകൾ നോക്കൂ നിങ്ങൾ. ഇവിടെ 60, ഇവിടെ 60, ഇവിടെ 60. മനസ്സിലായോ? ഏതൊരു സമഭുജ ത്രികോണത്തിലും കോണുകളെല്ലാം എത്രയായിരിക്കും കുഞ്ഞുങ്ങളെ? ഇതൊക്കെ ഒരു മാർക്കിന് ചോദിക്കുന്നതാണ്. 60 ഡിഗ്രിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സർസൈസ് ചെയ്യാം. പേജ് നമ്പർ 35 ഒന്നാമത്തെ
ചോദ്യം. ഇംഗ്ലീഷ് മീഡിയക്കാർ പേജ് നമ്പർ 35 ആൻഡ് ഈ കണക്ക് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഏത് ക്വസ്റ്റ്യൻ ആണ്. ഇംഗ്ലീഷ് എഴുതിയിട്ടില്ല കുഞ്ഞുങ്ങളെ, നോക്കണേ. ഒരു സമപാർശ്വ ത്രികോണം എന്ന് വെച്ചാൽ ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഒരു കോൺ മീൻസ് ഈ ഒരു ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് 120. നല്ലപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ, കണക്ക് എക്സർസൈസ് ക്വസ്റ്റ്യൻ ആണ്. 120 തന്നിട്ടുണ്ട് കേട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ചോദ്യം നോക്കി കുഞ്ഞുങ്ങളെ. ഒരു ഐസോസെലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ ഒരു ആംഗിൾ അല്ലെ ഒരു കോൺ മാത്രം നമുക്ക് തന്നിട്ടുണ്ട് 120 ഡിഗ്രി. മറ്റ് 2 കോണുകൾ കണ്ടുപിടിക്കുക. ഇവിടെയും കണ്ടുപിടിക്കുക. നമുക്ക് ഈ ട്രയാങ്കിളിന് ഒരു പേര് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്തു. XYZ എന്നോ PQR എന്നോ ABC എന്നോ എന്ത് പേരെങ്കിലും, കാരണം 3 വശങ്ങളുണ്ട്. 3 ഇഷ്ടമുള്ള പേര് കൊടുത്തോ കേട്ടോ. നമുക്ക് തന്നിരിക്കുന്ന ഏതാ കുഞ്ഞുങ്ങളെ? 6. നിങ്ങൾ ഏത് പേര് വേണമെന്ന് വെച്ചാൽ അത് കൊടുത്തോ. അതെത്ര? 120. ആകെ നമുക്ക് ഒരു വശം തന്നിട്ടുണ്ട്. ഇനി നോക്കണേ, ഒരു പടം കാണുമ്പം തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചോണം. നോക്കിയോ നിങ്ങളെ, ഇത് സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസെലസ് ട്രയാങ്കിൾ ആണെന്ന് നമ്മളോട് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താ കുഞ്ഞുങ്ങളെ, ചോദ്യത്തിൽ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ് അല്ലെങ്കിൽ ഇതൊരു സമപാർശ്വ ത്രികോണമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വശം തന്നിട്ടുണ്ടെങ്കിൽ ബാക്കി 2 ഒരേപോലത്തെ അല്ലേ കുഞ്ഞുങ്ങളെ? ഒരെണ്ണം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, ബാക്കി 2 എണ്ണം എന്തായിരിക്കും? ഒരേപോലെ. കാരണം ഒരു ട്രയാങ്കിളിൻ്റെ മെഷർ കേൾക്കുമ്പോഴേ അറിയാം എത്ര? 180 ആണ് അല്ലേ. 180 നമുക്ക് 120 തന്നിട്ടുണ്ട്. 180 120 അങ്ങ് കുറയ്ക്കണം കുഞ്ഞുങ്ങളെ. ബാക്കി എത്ര? 60 വരും. ആ 60നെ ഇവർക്ക് 2 പേർക്കും തുല്യമായിട്ട് വീതിച്ചു കൊടുക്കണം. ഇത്രയേ ഉള്ളൂ സംഭവം. പറയുമ്പം ഇത്രയേ ഉള്ളൂ, പക്ഷെ നമ്മളത് എഴുതി കാണിക്കണം. എന്താ കുഞ്ഞുങ്ങളെ, നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊരു സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് തന്നിട്ടുണ്ട് 120. ഇനി നോക്കിയാൽ ബാക്കിയുള്ളൂ. അപ്പോൾ 180 ആണ്. ട്രയാങ്കിൾ എന്ന് കേൾക്കുമ്പോഴേ 180 അല്ലെ 180 ആണ്. ഈ 180 120 അങ്ങ് കുറച്ചാൽ ബാലൻസ് നമുക്ക് 160 വരും. 60 വരും. ആ 60യെ ഇവർക്ക് 2 പേർക്കും തുല്യമായിട്ട് വീതിച്ചു കൊടുക്കുക. എത്ര വരും? 60നെ തുല്യമായിട്ട് ഇവിടെ ഒരു 30 വരും, ഇവിടെ ഒരു 30 വരും. ഇനി അത് എഴുതുന്ന നോക്കൂ നിങ്ങളെ. 6 നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇതൊരു സമപാർശ്വ ത്രികോണമാണല്ലേ, ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നു. അപ്പോൾ ആംഗിൾ Pക്ക് ഈക്വൽ ആണ് ആംഗിൾ Q. നിങ്ങൾ ഇനി ഈ പേരല്ല വേറെ എന്തെങ്കിലും ആയിട്ടെങ്കിൽ അത് കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ PQ ഇട്ടെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ XY ആയിട്ടെങ്കിൽ XY, ആംഗിൾ Xന് ഈക്വൽ ആണ് ആംഗിൾ Y. നിങ്ങൾ എന്ത് പേരാണോ കൊടുക്കുന്നത് അത് കൊടുക്കുക. ആംഗിൾ Pക്ക്, കാരണം എന്താ 2 30 ആംഗിൾ Pക്ക് ഈക്വൽ ആണ് ആംഗിൾ Q. ഓക്കെ ആണോ? ഇതിൻ്റെ 2 സൈഡും എന്താ? ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 180 വന്നാൽ എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ഒരു ട്രയാങ്കിളിൻ്റെ മെഷർ 180, തന്നിരിക്കുന്നത് 120. അപ്പോൾ അത് 180 120 ഇപ്പോൾ 60. ആ 60നെ എന്ത് ചെയ്യുക നിങ്ങളെ? തുല്യമായിട്ട് 2 പേർക്കും വീതിച്ചു കൊടുക്കുക. ആ 2 ആണ് ഈ 2 കേട്ടോ. 2 പേർക്ക് വീതിച്ചു കൊടുക്കുക. അപ്പോൾ എത്ര? 30 വരും. ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് വേണേൽ കുറച്ചുകൂടെ ഒക്കെ ഗ്രാൻഡായിട്ടൊക്കെ എഴുതാം. പിന്നെ ഇത് എത്ര കിട്ടുന്നു എന്നേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ആംഗിൾ എന്താ ഇവിടെ? ആംഗിൾ P നമുക്ക് അങ്ങനെ എഴുതാം. ആംഗിൾ P = 30 ഡിഗ്രിയാണ്. ആംഗിൾ Q മറ്റ് 2 കോണുകൾ എത്രയാണ്? ആംഗിൾ Q = 30 ഡിഗ്രി. ഇത്ര എഴുതാനാണ് നമ്മളോട്. ഇത് 2 എഴുതിയാൽ മതി. ഇത്ര എഴുതുന്നതിനാണ് ആ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയില്ല. ഒന്നാമത്തെ നമ്മൾ ചെയ്തു അല്ലേ. ഐസോസെലസിൻ്റെ എത്രയാ എങ്ങനെയൊക്കെയാണെന്നുള്ളതായിരുന്നു അല്ലേ. ഒന്നാമത്തെ ദാണ്ട് ഈ കണക്കായിരുന്നു. നിങ്ങൾ നല്ലപോലെ നോക്കണേ കേട്ടോ. അതിനകത്ത് ഒന്നുമില്ല. ഒരു വശം തന്നിട്ട് മറ്റ് 2 വശങ്ങൾ കണ്ടുപിടിക്കാനായിരുന്നു. രണ്ടാമത്തെ ഏതാ കുഞ്ഞുങ്ങളെ? രണ്ടാമത്തെ ദാണ്ട് ഇതാണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ ഞാൻ ഇട്ടത് രണ്ടാമത്തെ 60 ഡിഗ്രിയുടെ ആയിരുന്നു അല്ലേ. 60ൻ്റെ ഞാൻ അതെ ഈ കണക്കാം. ഇത് ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം കണ്ടോ. ചിത്രത്തിൽ ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രവും വൃത്തത്തിലെ 2 ബിന്ദുക്കളും യോജിപ്പിച്ച് ത്രികോണം വരച്ചിരിക്കുന്നു. ത്രികോണത്തിലെ മറ്റ് 2 കോണുകൾ കണക്കാക്കുക. ഇത്രയേ ഉള്ളൂ നിങ്ങളെ. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. സർക്കിളിൻ്റെയാണ്. ഇംഗ്ലീഷ് മീഡിയക്കാർ കേട്ടോണേ വെച്ചിങ്ങളെ. ഈ സർക്കിളിൻ്റെ കേന്ദ്രം ഇതിനെയാണ് നമ്മൾ കേന്ദ്രം അല്ലെ സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി ആ വൃത്ത 2 ബിന്ദുക്കളും യോജിപ്പിച്ച് ത്രികോണം വരച്ചിരിക്കുന്നു. നോക്കൂ നിങ്ങളെ. ഇതിനകത്തിൽ ഈ വൃത്തത്തിൻ്റെ കേന്ദ്രം വൃത്തത്തിലെ 2 ബിന്ദുക്കൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. വൃത്തത്തിലെ 2 ബിന്ദുക്കളാണ് ഇതും യോജിപ്പിച്ചാണ് ഒരു ത്രികോണം വരച്ചിരിക്കുന്നത്. ഓക്കെ. ത്രികോണത്തിലെ മറ്റ് 2 കോണുകൾ കണക്കാക്കുക.
ത്രികോണത്തിലെ മറ്റ് രണ്ട് കോണുകൾ കണക്കാക്കുക. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഈ നടുക്ക് കാണപ്പെടുന്ന കുത്തിനെ നമ്മൾ സെൻറ്റർ എന്ന്, ഇതൊന്നും എഴുതേണ്ട കാര്യമില്ല, എന്നാലും സെൻറ്റർ നോക്കിയേ. സെൻറ്ററിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് വരച്ചാലും അതിനെ റേഡിയസ് എന്നാണ് പറയുന്നത് അല്ലേ. ഈ സെൻറ്ററിൽ തൊട്ടിട്ട് ഒരു സർക്കിൾ വരച്ചിട്ട്, അതെന്തോ ആയിക്കോട്ടെ, ഒരു സർക്കിൾ വരച്ചിട്ട് ആ സെൻറ്ററിൽ നിന്നും വരയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഡിയസ് അല്ലേ. അതിന് സംശയമില്ലല്ലോ. മലയാളം മീഡിയക്കാർക്ക് എന്താ കുഞ്ഞുങ്ങളെ? ആരം അല്ലേ. അപ്പം നോക്കിയേ, സെൻറ്ററിൽ നിന്നും ഇങ്ങോട്ടൊരു വര OA. ഇനി അതിന് ഇങ്ങോട്ടായാലും എങ്ങോട്ടായാലും അത് എന്താ ഒരേ അളവായിരിക്കും. അതുപോലെ തന്നെ അല്ലേ OBയും നോക്കിയേ, സർക്കിള് മീൻസ് വൃത്തത്തിൻ്റെ അല്ലെ സർക്കിളിൻ്റെ ഒരു ബിന്ദുവിലോട്ടല്ലേ ഇതും പോയേക്കുന്നത് അല്ലേ. അപ്പം ഈ OAക്ക് ഈക്വലാണ് OB. OA എന്ന് പറയുന്നത് ഒരു റേഡിയസ് ആണ് അല്ലേ, ആരമാണ്. OB എന്ന് പറയുന്നത് എന്താ കുഞ്ഞുങ്ങളെ? ഒരു റേഡിയസ് ആണ്, ആരമാണ്. ഇത് ഇങ്ങനെ എഴുതേണ്ട കാര്യമൊന്നുമില്ല. എന്തിനാണെന്നറിയോ? മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ സ്റ്റെപ്പ് എഴുതി കണക്ക് ചെയ്യുമ്പം ഇതൊക്കെ എഴുതുന്നത് നല്ലതാണ്. സ്റ്റെപ്പ് മാർക്ക് നോക്കിയിട്ട് വേണം കേട്ടോ. ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട മാത്രം എഴുതിയാൽ മതി. ഇങ്ങനെ എഴുതുന്നതല്ല, എപ്പോഴും ഇങ്ങനെ തന്നെ സ്റ്റെപ്പ് എഴുതി തന്നെ പഠിക്കുന്നതാണല്ലോ കേട്ടോ. നോക്കിയോ കുഞ്ഞുങ്ങളെ, ഇതൊരു വൃത്തം അല്ലെങ്കിൽ സർക്കിളാണ്. ഈ സർക്കിളിൻ്റെ ഈ നടുക്ക് കാണപ്പെടുന്ന സെൻറ്റർ അല്ലെങ്കിൽ കേന്ദ്രം എന്ന് പറയുന്നു. ഈ കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിൻ്റെ ഏത് ഭാഗത്തോട്ട് വരച്ചാലും അതിനെ നമ്മൾ ആ റേഡിയസ് അല്ലെങ്കിൽ ആരം എന്നാണ് പറയുന്നത്. അങ്ങനെ രണ്ട് എണ്ണമാണ് OAയും OBയും. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പം നമുക്ക് എന്ത് പറയാം? OAക്ക് ഈക്വലാണ് OB അല്ലേ. OAക്ക് ഈക്വലാണ് OB. അപ്പം ഇത് രണ്ടും ഒരേ അളവല്ലേ കുഞ്ഞുങ്ങളെ? അപ്പം അതിനെ നമുക്ക് എന്ത് പറയാം? രണ്ട് വശം ഒരുപോലുള്ളതിനെ നമ്മളിപ്പോൾ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. എന്താ കുഞ്ഞുങ്ങളെ? അതിനെ ഐസോസെലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം എന്ന് പറയുന്നു. അപ്പം നമുക്ക് എങ്ങനെ പറയാം അതിനെ? OAB അല്ലേ, അല്ലെങ്കിൽ നമുക്ക് AOB എങ്ങനെ പറഞ്ഞാലും മതി കേട്ടോ. അപ്പം നമുക്ക് അങ്ങനെ പറയാം. അതാ കുറച്ചുകൂടി നല്ല AOB എന്ന് പറയുന്നത്. കാരണം എന്താ? Oയ്ക്കല്ലേ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ AOB ഈസ് ആണ് ഐസോസെലസ് ട്രയാങ്കിൾ. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇനി നമുക്ക് ഐസോസെലസ് ട്രയാങ്കിൾ ആണെന്ന് വെച്ചാൽ നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം എന്താ? അതിൻ്റെ എപ്പോഴും രണ്ട് വശങ്ങൾ ഒരുപോലെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ 60 തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? 180 നിന്ന് 60 അങ്ങ് കുറയ്ക്കണം. 180 വന്നാൽ എങ്ങനെയാവും കുഞ്ഞുങ്ങളെ? ഒരു എന്താ ട്രയാങ്കിളിൻ്റെ മെഷർ 180 ആണ്. ആ 180 നിന്ന് തന്നിരിക്കുന്ന 60 കുറച്ചപ്പോൾ നമുക്ക് 120 കിട്ടി. ആ 120നെ നമ്മൾ എന്ത് ചെയ്യണം? ഇവർക്ക് രണ്ടുപേർക്കും തുല്യമായിട്ട് വീതിച്ചു കൊടുക്കണം. 120നെ വീതിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? ഇവിടെ 60 ആണ്, ഇവിടെ 60 ആണ്. അപ്പം നോക്കിയേ, 3 വശവും 60 വന്നു കഴിഞ്ഞാൽ അതെന്താ കുഞ്ഞുങ്ങളെ? അതൊരു ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണ് അല്ലേ. 3 വശവും ഒരുപോലെ വന്നു കഴിഞ്ഞാൽ എന്താ? അത് ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണ്. ഇത്രയേ ഉള്ളൂ. എളുപ്പമല്ലേ? ഇത് പല രീതിയിൽ പല ഇതായിട്ടും നമുക്ക് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ സ്കൂളിൽ ഏത് ടീച്ചർ എങ്ങനെയാണോ നിങ്ങൾക്ക് ഏതാണോ മനസ്സിലാവുന്നത് ആ രീതിയിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ മനസ്സിലാവുന്നത് ആ രീതിയിൽ ചെയ്താൽ മതി. ഓക്കെ. ഇവിടെ നോക്കിയേ, 180 മൈനസ് ഈ 180 വന്നത് എങ്ങനെയാണ് നിങ്ങളെ? ഈ ത്രികോണത്തിൻ്റെ മെഷർ 180 ആണ്. നമുക്കതിൽ ഒരു വശം മാത്രം നിന്നിട്ടുണ്ട് 60. അത് ഇതേലെ ഒരുപാട് കണക്ക് ചോദിക്കും. നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി നിങ്ങളെ. വൃത്തത്തിൻ്റെ സെൻറ്ററിൽ നിന്നും പോകുന്ന വര അത് എത്ര എണ്ണം ഉണ്ടെങ്കിലും എന്തായാലും ത്രികോണമാണ് വരുന്നെങ്കിൽ അതിനകത്തിൽ 2 എണ്ണേ കാണും അല്ലേ. അത് ഈക്വൽ ആയിരിക്കും കേട്ടോ. എപ്പോഴും ഓർത്തണേ, അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ എന്താ? രണ്ട് വശം ഒരുപോലെ വന്നാൽ അന്നേരം ഓർത്തണത് സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസെലസ് ട്രയാങ്കിൾ ആണെന്ന് കേട്ടോ. എന്നിട്ട് 180 നിന്ന് 60 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതിനെ തുല്യമായിട്ട് വീതിച്ചു കൊടുക്കുക. ഇവിടെ നമുക്ക് 3 എണ്ണവും ഒരുപോലെ 60 വന്നുകൊണ്ട് അതെന്താ? ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? അടുത്ത നമുക്ക് മൂന്നാമത്തെ കണക്ക്. മൂന്നാമത്തെ നോക്കിക്കേ, ഞാൻ ക്വസ്റ്റ്യൻ എഴുതിയില്ലോ നിങ്ങളെ, കാരണം ടെസ്റ്റ് ഞാൻ നോക്കിക്കേ. ചിത്രത്തിൽ ഒരു വൃത്തത്തിലെ ചിത്രം മീൻസ് പിക്ചർ ഒരു സർക്കിളിനകത്തിൽ 3 ബിന്ദുക്കൾ യോജിപ്പിച്ച്, ബിന്ദു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നിങ്ങളെ? ഈ പോയിന്റ് 3 പോയിന്റ് അല്ലേ, 3 പോയിന്റുകൾ യോജിപ്പിച്ച് ഒരു ത്രികോണം വരച്ചിരിക്കുന്നു അല്ലേ. 3 പോയിന്റുകൾ നോക്കിയേ, 1 2 3 പോയിന്റുകൾ യോജിപ്പിച്ച ഒരു വൃത്തത്തിൽ 3 പോയിന്റുകൾ വരച്ചിട്ട് ഒരു ത്രികോണം വരച്ചിരിക്കുന്നു. കണ്ടല്ലോ. ഈ ത്രികോണത്തിന് അതിൽ നോക്കണേ കുഞ്ഞുങ്ങളെ. ഇനിയാണ് നോക്കിയേ, വരച്ചിരിക്കുന്നത് മാത്രമല്ല വൃത്തത്തിലെ ബിന്ദുക്കൾ വൃത്തകേന്ദ്രവുമായി ഉണ്ടാകുന്ന 3 കോണുകളിൽ 2 എണ്ണത്തിൻ്റെ അളവ് പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ, വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നും അടിച്ചിപ്പം ഫ്രണ്ട് പല്ലിപ്പം എൻ്റെ ഊരിപ്പോയിനി. നോക്കൂ നിങ്ങളെ, കേന്ദ്രത്തിൽ നിന്നും എന്താ പോകുന്ന വൃത്തത്തിൻ്റെ ഭാഗത്തുണ്ട്, വൃത്തത്തിൻ്റെ പോയിന്റിലോട്ട് വേണ്ടി ഇങ്ങോട്ട് പോകുന്നതിനെ നമ്മൾ ആരം എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ, റേഡിയസ്. അപ്പോൾ ഇവിടെ 3 എണ്ണം പോയിട്ടുണ്ട്. ഇതിൻ്റെ 3ൻ്റെ അളവ് ഒരുപോലെ ആയിരിക്കത്തില്ലേ കുഞ്ഞുങ്ങളെ അല്ലേ. ഇതിൻ്റെ എന്താ? OPക്ക് ഈക്വലാണ് ORന് ഈക്വലാണ് OQ. എന്താ? ശരിയല്ലേ? കാരണം എന്താ? വൃത്തത്തിൽ സെൻറ്ററിൽ നിന്നും പോകുന്നതല്ലേ അത്, ഇല്ലയോ? അത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പം നമ്മളങ്ങോട്ട് പഠിച്ചേ ഉള്ളൂ സെൻറ്ററിൽ നിന്നും പോകുന്നത്.
ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പം നമുക്കിവിടെ ഓരോന്നിനെയും കണ്ടുപിടിക്കാം. ഇവിടെ ആകെ ഫസ്റ്റ് നമുക്ക് പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ABCPQR XYZ LMN ഇഷ്ടമുള്ളത് കൊടുത്തോ കേട്ടോ. ആ കൊടുക്കുന്നതിൻ്റെ അനുസരിച്ച് വേണം അത് എഴുതാൻ. ഇവിടെ ഞാൻ PQR എന്നുള്ള പേരാണ് കൊടുത്തത് കേട്ടോ. അപ്പം നോക്കിക്കേ, നമുക്ക് ഫസ്റ്റ് ഈ പടം ഈ ഒരെണ്ണത്തിൻ്റെ ആദ്യമേ ഓരോന്ന് നമ്പർ ഇട്ട് ഫസ്റ്റ് നമുക്ക് ഈ 1ൻ്റെ വരയ്ക്കാം. ഒന്നാമത്തെ നോക്കൂ ഞാൻ PQRO. ഫസ്റ്റ് നമ്മളോട് പറഞ്ഞ എന്താണെന്നറിയോ? ഫസ്റ്റ് നോക്കൂ നിങ്ങളെ, ഇവിടെ നമ്മൾ വൃത്തത്തിനകത്തിൽ ഒരു ത്രികോണം അല്ലെങ്കിൽ ട്രയാങ്കിളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ഈ ട്രയാങ്കിളിൻ്റെ മെഷർ കാണാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു 110 കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു 120 കൊടുത്തിട്ടുണ്ട്, ഇവിടെ നമുക്ക് കൊടുത്തിട്ടില്ല. അപ്പം നോക്കിക്കേ, ഇതിനകത്ത് ഇത് നോക്കൂ നിങ്ങളെ, ഇവിടെ വരെ വന്നിട്ടുണ്ട് അല്ലേ 110. അതായത് ഇതിനകത്ത് എന്താ നോക്കിക്കേ, ഒരു സർക്കിള് ഒരു വൃത്തം ഇവിടെ വരുന്നുണ്ട്. എങ്ങനെയാണെന്നറിയോ? ഈ 3 കൂടെ, ഇത് സർക്കിളാണല്ലോ, ഈ സർക്കിളിൻ്റെ ഇത്രയും ഭാഗത്തിൽ ഈ 2 ഭാഗം മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. PQR എന്ന് പറഞ്ഞ ട്രയാങ്കിളിനകത്തിൽ കേട്ടോണേ കുഞ്ഞുങ്ങളെ, ഇവിടെ നമുക്ക് എന്താ QOR എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. എന്താ കുഞ്ഞുങ്ങളെ? QOR നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, QOR കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ ഒരു 120 ഉണ്ട്, ഇവിടെ ഒരു 110 ഉണ്ട്. വൃത്തം എന്ന് പറയുന്നത് എന്തോ നിങ്ങളെ, സർക്കിളിന് എപ്പോഴും എത്ര ഓർത്തോടെ? 360 ആ 360 നമുക്ക് കിട്ടിയ 110ഉം 120 കൂടെ കൂട്ടുമ്പോൾ 200, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 230. അതങ്ങ് കുറച്ചാൽ പോരായോ? 360 230 പോയാൽ 130 ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. എങ്ങനെയാണ് 130 വന്നേ? സംശയമുണ്ടോ? അവിടെ ഒരു വൃത്തം വരുന്നുണ്ട്. വൃത്തം വന്ന ഈ സർക്കിൾ വരുന്നത് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ അവിടെ? കാരണം നോക്കി, ഇത് ഒരു സർക്കിൾ അല്ലേ? ഈ സർക്കിളിനകത്തേ നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ കട്ട് ചെയ്താണ് ഇവിടെ ഒരു ട്രയാങ്കിൾ പണിഞ്ഞത്. അപ്പോഴും അതിനകത്തിൽ എന്താ ഇവിടെ ഒരു സർക്കിൾ വരുന്നുണ്ട്. കാരണം ഇതിൻ്റെ 3ൻ്റെയും മെഷർ അറിയണം. അതിന് വേണ്ടി 120ഉം 110 കൂടെ ആയപ്പോൾ 230 വരുന്നുണ്ട് കുഞ്ഞുങ്ങളെ. ആ 360 വന്നത് സർക്കിൾ ആയതുകൊണ്ടാണ്. സർക്കിള് 360 360 മൈനസ് 230 130 നമുക്കിവിടെ കിട്ടി. അപ്പോൾ 3 ഓരോ സൈഡ് കിട്ടി. ഇനി നമുക്ക് അത് കാണുമ്പോഴേ അറിയാം ഇതിൻ്റെ എല്ലാം ഈ സൈഡ് കിട്ടിയിട്ടുണ്ട്. നോക്കിയേ, സെൻറ്ററിൽ നിന്നും കുഞ്ഞുങ്ങളെ ഇതെല്ലാം ഈ 3 പോയേക്കുന്നത്. അപ്പോൾ അതെന്താ? ഐസോസെലസ് ട്രയാങ്കിൾ ആവും കുഞ്ഞുങ്ങളെ. സെൻറ്ററിൽ നിന്നും പോകുന്നതായതുകൊണ്ട്, സെൻറ്ററിൽ നിന്നും അല്ലേ ഈ സർക്കിളിൻ്റെ ഓരോ ഭാഗത്തോട്ടും വന്നത്. അപ്പോൾ അത് എപ്പോഴും ഓർത്തണം, അത് അങ്ങനെ വരുന്ന എല്ലാം ഐസോസെലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണമാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓരോന്നും ചെയ്യാം. ആദ്യം നമുക്ക് ഫസ്റ്റ് ഒന്നാമത്തെ നമുക്ക് POQയുടെ ചെയ്യാം. POQയിൽ OPയും OQ എന്താ? റേഡിയസ് ആണ്. അതൊരു സമപാർശ്വ ത്രികോണമാണ് അല്ലേ? സം ഓഫ് ദ ആംഗിൾ 180 ആണ്. ഒരു ട്രയാങ്കിളിൻ്റെ മെഷർ 180 അപ്പോൾ POQ എന്ന് പറയുന്നത് 180 110 പോയാൽ 70 ആകും കുഞ്ഞുങ്ങളെ. ആ 70നെ നമുക്ക് 2 പേർക്കും വീതിച്ചു കൊടുക്കുമ്പോൾ 35 വരും. അപ്പോൾ ആംഗിൾ P 35 വരും, ആംഗിൾ Q 35 വന്നു. 35 വന്ന എങ്ങനെയാ കുഞ്ഞുങ്ങളെ? 180 നമുക്ക് തന്ന 110 പോയപ്പോൾ 180 വന്ന എന്താ? ഇവിടെ ഈ ത്രികോണത്തിൻ്റെയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഫസ്റ്റ്. അപ്പോൾ 180 110 പോയപ്പോൾ 70. ആ 70നെ നമ്മൾ 2 പേർക്കും തുല്യമായിട്ട് കൊടുക്കുന്നത് എന്തിനാ? അത് ഐസോസെലസ്, 2 വശം ഒരുപോലെയല്ലേ? ഐസോസെലസ് ട്രയാങ്കിളാ. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ തിയറത്തിൽ പഠിച്ചതാണല്ലേ. ഈ നോക്കിയേ, തന്നിരിക്കുന്ന ആംഗിളിൻ്റെ ഈ വശത്തിൻ്റെ ഓപ്പോസിറ്റും ഇവിടുന്ന് അങ്ങോട്ടുമുള്ള വശങ്ങൾ എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതൊക്കെ നമ്മൾ കഴിഞ്ഞ പാർട്ടി പഠിച്ചതാ അല്ലേ? ഇതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളും ഇതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളും ഒരുപോലെ വരും. അങ്ങനെ ഇതിൻ്റെ 3ൻ്റെ, ഇനി ഞാനത് പറയേണ്ട കാര്യമില്ലല്ലോ കേട്ടോ. അപ്പം ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? 35 വന്നതിന് സംശയമൊന്നുമില്ലല്ലോ. 70നെ നമ്മൾ തുല്യമായിട്ട് വിധിച്ചു കൊടുത്തു. അടുത്ത രണ്ടാമത്തെ ഏതാണ്? 100. ഇതിനെ നമുക്ക് രണ്ടാമത്തേതായിട്ട് എടുക്കാം. രണ്ടാമത്തെ POR എന്നുള്ള പേരാണ്. നിങ്ങൾ ഏത് പേരാണ് കൊടുത്തതെന്ന് വെച്ചാൽ അത് POR എന്ന് പറയുന്ന ട്രയാങ്കിൾ. അതിനകത്തിലും OP അവിടുത്തെ ആരാ? റേഡിയസ് ആണ് അല്ലേ? OP റേഡിയസ് ആണ്. ORും അവിടുത്തെ റേഡിയസ് മീൻസ് ആരം കേട്ടോ. ഇനി അതെപ്പോഴും പറയണോ? നല്ല എഴുതിയേക്കാം, മലയാളം മീഡിയക്കാർക്ക്
ആരം. ഇവിടുത്തെ ആരം ഏതൊക്കെയാണെന്ന് കണ്ട് ഈ പടം നോക്കിയിട്ട് വേണേ നിങ്ങളെ. ഇനി അപ്പം നമ്മൾ മുമ്പ് പറഞ്ഞതാ എന്താ POR എന്ന് പറയുന്നത് ഒരു ഐസോസെലസ് ട്രയാങ്കിളാണ്. കാരണം എന്താ സെൻറ്ററിൽ നിന്നും പോകുന്ന. ഇനി ഇത് അറിയാവുന്നവർക്ക് അടുത്ത 2 എഴുതാൻ പറ്റും കേട്ടോ. കാരണം ഇതിൻ്റെ ഇത് മാറ്റിയാൽ മതി നിങ്ങളെ. ഐസോസെലസ് ട്രയാങ്കിളാണ്, അതായത് സമപാർശ്വ ത്രികോണമാണ്. ഒരു സം ഓഫ് ആംഗിൾ, ഒരു ട്രയാങ്കിളിൻ്റെ മെഷർ എന്ന് വെച്ചാൽ 180 ആണ്. ആ 180 നിന്ന് നമുക്ക് തന്ന 100, ഇവിടെ എത്ര 120 ആണ്. ആ 120 കുറയ്ക്കുമ്പോൾ നമുക്ക് 60 വരും അല്ലേ. 60നെ തുല്യമായിട്ട് വീതിച്ച് 2 പേർക്കും കൊടുക്കുമ്പോൾ 30 വരും. ആംഗിൾ P 30, ആംഗിൾ R എത്ര 30. കണ്ടോ, തുല്യമായിട്ട് ഇവർക്കും കൊടുത്തു കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഇതുപോലെ എഴുതണം കേട്ടോ, ഓരോരുത്തർക്കും എത്രയൊക്കെയാണെന്ന്. അടുത്ത നമ്മൾ മൂന്നാമത്തത് ഏതാ? QOR. QORനകത്തിലെയും എന്താ ORും OQ എന്താവും നിങ്ങൾ ഇവിടുത്തെ റേഡിയസ് ആണ്. റേഡിയസ് എന്ന് വെച്ചാൽ ആരമാണ് അല്ലേ. ഇവിടെ എന്താണ് QOR എന്ന് പറയുന്നത് ഒരു സമപാർശ്വ ത്രികോണമാണ്. ഫസ്റ്റിൽ എഴുതി അതേ തീരം എഴുതിയാൽ മതി. അവിടെ 180, അവിടെ നമുക്ക് അന്ന് കിട്ടിയത് എത്രയായിരുന്നു? 130 ആണ്. 130 വന്നത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞതായിരുന്നു, അറിയാമല്ലോ. 360 എന്ന് 230 പോയപ്പോഴാണ് 130 വന്നത് കേട്ടോ. ആ 130 കുറയ്ക്കുമ്പോൾ നമുക്ക് 50 വരും. ആ 50നെ തുല്യമായിട്ട് 2 പേർക്ക് വിധിച്ചു കൊടുത്തപ്പം 25. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇനി പറക്കി നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനകത്തിൽ ഓരോരുത്തർക്കും കിട്ടിയത് നിങ്ങൾ ഇച്ചിരി വലിയൊരെണ്ണം വരയ്ക്കണം കേട്ടോ. എന്നിട്ട് ഈ വശങ്ങളിലെല്ലാം ഓരോരുത്തർക്കും കിട്ടിയത് എഴുതണം. നമ്മൾ ആംഗിൾ Pക്ക് കിട്ടിയത് നോക്കിയോ കുഞ്ഞുങ്ങളെ, 35 ഡിഗ്രി 30 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ Pക്ക് 35 ഡിഗ്രി 30 ഡിഗ്രി ആയിരിക്കും ഇവിടെ രണ്ടും കിട്ടിയത് കേട്ടോ. ആംഗിൾ Qവിനോ 35 25. ആംഗിൾ Rന് 30 25. ഇത് കൂട്ടുമ്പോൾ 65 60 55. ഈ 3 ഇത് 3 കൂട്ടിയപ്പോൾ നമുക്ക് എത്ര നോക്കിയോ നിങ്ങളെ കിട്ടിയേ? 180. എന്താ ഈ 180 എന്ന് വെച്ചാൽ ഒരു ത്രികോണത്തിൻ്റെ ഈ ത്രികോണം അല്ലെങ്കിൽ എന്താ ട്രയാങ്കിളിൻ്റെ മെഷർ എപ്പോഴും എത്ര? 180. അപ്പോൾ 180 കിട്ടിയത് കണ്ടോ? ഇതെങ്ങനെയാണ് കിട്ടിയതെന്ന് സംശയമുണ്ടോ നിങ്ങൾ? എന്തെങ്കിലും ഈ ഫസ്റ്റ് അറിയാവുന്ന ഒരാൾക്ക് ഇവിടെ ഓരോന്നും നമുക്ക് 110 നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട് കുഞ്ഞുങ്ങളെ. 180 110 കുറച്ചപ്പോൾ 70. മനസ്സിലായ? 70നെ തുല്യമായിട്ട് 2 പേർക്കും വീതിച്ചു കൊടുക്കുക. ഇവിടെ 180 120 നമുക്ക് തന്നിട്ടുണ്ട്. 180 120 60. 60നെ 2 പേർക്കും തുല്യമായിട്ട് വീതിച്ചു കൊടുക്കുക. ആരൊക്കെയാ പേര് ആരെയാണ് കൊടുത്തതെന്ന് വെച്ചാൽ അവർക്ക് അല്ലേ. 130 കുറയ്ക്കുമ്പോൾ 50 2 പേർക്കും തുല്യമായിട്ട് വരുമ്പോൾ 25. മനസ്സിലായോ? ഇനി ഇതിനകത്തിൽ ആംഗിൾ P വരുന്ന ആരൊക്കെയാണെന്നാണ്ട് ഇവിടെ ഒരു P വന്നു അല്ലേ, ഇവിടെ ഒരു P വന്നു. അപ്പം 35 30 35 30. പിന്നെ Q, ഇവിടെ ഒരു Q വന്നു, ഇവിടെ ഒരു Q വന്നു. എത്രയൊക്കെയാണ്? 35 25. 6 നോക്കിയാൽ ഇവിടെ ഒരു 6 വന്നു, ഇവിടെ ഒരു 6 വന്നു. എത്ര? 30 25. അപ്പം ഇത് കൂട്ടിയപ്പം 65 60 55. എത്ര? 180. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇത് എളുപ്പമല്ലേ? ഇത് കാണുമ്പോൾ ഒരുപാട് ചില കുട്ടികൾക്കും കാണുമ്പം തന്നെ മനസ്സിലാവും. ഇനിയെങ്കിലും ഓർത്തോ കുഞ്ഞുങ്ങളെ, ഇതുപോലെ എപ്പോൾ പടം വന്നാലും സെൻറ്ററിൽ നിന്നല്ലേ, സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും വരയ്ക്കുമെങ്കിൽ അത് റേഡിയസ് ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പേര് പറക്കി എഴുതുക. അപ്പോഴേ ഓർത്തോണം അതെന്തായിരിക്കും? ഒരു സമപാർശ്വ ത്രികോണമായിരിക്കും. കാരണം എന്താ? സെൻറ്ററിൽ നിന്നും പോകുന്നതല്ലേ. അപ്പോൾ എന്താ? സമപാർശ്വ ത്രികോണമായിരിക്കും. അപ്പോൾ 180 അങ്ങ് കുറച്ചാൽ മതി. ഇത് എളുപ്പമല്ലേ കുഞ്ഞുങ്ങളെ? കാരണം ഇതറിയാവുന്നവർക്ക് രണ്ടാമത്തെ എഴുതാം, രണ്ടാമത്തെ അറിയാവുന്നവർക്ക് മൂന്നാമത്തെ അറിയാം. ടോട്ടൽ നോക്കിക്കോണ്ടേ കുഞ്ഞുങ്ങളെ, 180 വരണം. കാരണം എന്താ? ഇതൊരു ട്രയാങ്കിളാണ് അല്ലേ. ത്രികോണത്തിൻ്റെ മെഷർ 180 ആയതുകൊണ്ട് 180 തന്നെ വരണം. അപ്പോൾ ഈ ചാപ്റ്റർ ഇത്രയൊക്കെ പോരാ കുഞ്ഞുങ്ങളെ. ഇനി ഒരു 4 5 6 ഒക്കെ ഉണ്ട്. അതും മറ്റു കോണുകളെക്കുറിച്ച് എഴുതാനും ഒക്കെയാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറ. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത 3ാമത്തെ ചാപ്റ്ററിൽ ഇനി നമുക്ക് കാണാം. വേണം എന്ന് 4 5 6 കണക്കുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറ കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ മതിയെന്ന്. വേണം എന്താ ഒട്ടും അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ പറ കുഞ്ഞുങ്ങളെ. ഇല്ലെങ്കിൽ നമുക്കിനി 3ാമത്തെ ചാപ്റ്ററിൽ കാണാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യണേ കുഞ്ഞുങ്ങളെ കേട്ടോ. രണ്ടായാലും കമൻറ്റ് പറയണം കേട്ടോ. കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളെ ഈ കൊണ്ടുപോകുന്നത് കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.